ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ കൺമണിയുടെ കഥയിലേക്ക് സ്വാഗതം. കൺമണിയുടെ അച്ഛൻ്റെ മരണത്തിന് കാരണക്കാരൻ ആനന്ദവർമ്മയാണ് എന്നുള്ള വിവരം ആനന്ദ ചിറ്റപ്പനും ചിറ്റമ്മയും വന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. കൺമണിക്ക് ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്ത അവസ്ഥ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൺമണി ഏതെങ്കിലും രീതിയിൽ പുറത്താക്കണം എന്നുള്ള ചിന്തയോടെ നടക്കുന്ന ആ 3 താടകമാർ അവിടെയുണ്ട്. അവരെ കൂടാതെ അവരുടെ കുട്ടൂസന്മാരായ ഭർത്താക്കന്മാരും അവിടെയുണ്ട്. അവരെല്ലാവരും കൂടി കൺമണിക്ക് ആനന്ദവർമ്മയോടെയുള്ള ഉദ്ദേശം നിറയ്ക്കാൻ തുടങ്ങുന്നു. ആ വീട്ടിൽ നിന്ന് അവൾ ഇറങ്ങിപ്പോകണം എന്ന ഉദ്ദേശമാണ് ഇനി അവർക്കുള്ളത്. അതിനായി അവർ കൺമണിയുടെ മനസ്സിനെ ഇളക്കി മറിക്കുകയാണ്. അതിനായിട്ട് അവർ നിയോഗിക്കുകയാണ് തനൂജയെ. അവളോട് ഇനി എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് തനൂജ. വല്ലാത്തൊരു വാർത്തയാണല്ലോ നീ ഇപ്പോൾ കേൾക്കാനിടയായത്. സ്വന്തം അച്ഛൻ്റെ മരണത്തിന് കാരണക്കാരനായ ഒരാളെ ഇത്രയും നാൾ സ്നേഹിക്കേണ്ടി വന്നില്ലേ നിനക്ക്? ഇത് എന്തെങ്കിലും മകൾക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണോ എന്നൊക്കെ ചോദിച്ച് സെന്റിമെന്റ്സ് ആകുകയാണ് തനൂജ. ഇത് കേട്ട കൺമണി അച്ഛൻ എന്നങ്ങനെ പറയുമ്പോൾ നീ ഏത് അച്ഛനെ കുറിച്ചാണ് പറയുന്നത്? നിന്റെ അച്ഛൻ്റെ സ്വന്തം അച്ഛനെ കുറിച്ചാണോ അതോ നിന്റെ അച്ഛനെ കൊല്ലാനിടയായ ആ അച്ഛനെ കുറിച്ചാണോ? ആരെക്കുറിച്ചാണ് ചോദിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് തനൂജ. എന്നെ വീണ്ടും കുത്തി നോക്കിക്കാനായി വന്നതാണോ എന്ന് കൺമണി പറയുമ്പോൾ ഉടനെ തനൂജ പറയുന്നത്, സ്വന്തം അച്ഛനെ കൊന്ന ആളുകളെ ഞങ്ങൾ പലപ്പോഴും ഏതെങ്കിലുമൊക്കെ അവരെ കുറ്റപ്പെടുത്തി പറയുമ്പോൾ നീ ഞങ്ങളോട് വിദ്വേഷം പ്രകടിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ നീ അറിഞ്ഞിട്ട് നീ എന്താ പ്രതികരിക്കാതിരിക്കുന്നത്? നിന്റെ അച്ഛൻ്റെ മരണത്തിന് കാരണക്കാരനായ ഒരാളെ വെറുതെ വിടാനാണോ നിന്റെ തീരുമാനം? അതിന് തക്കതായ ശിക്ഷ നൽകണ്ടേ എന്നൊക്കെ നീ ഇവിടെ ഇങ്ങനെ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ആത്മാഭിമാനമുള്ള മകൾക്ക് ചേർന്നതാണോ എന്നൊക്കെ തനൂജ ചോദിക്കുകയാണ്. ചേച്ചി ഇങ്ങനെ എന്നെ വേദനിപ്പിക്കാനായി വെറുതെ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്ക് ഈ വീട്ടിലുള്ളവരെ വേദനിപ്പിക്കാനൊന്നും കഴിയില്ല എന്ന് പറയുകയാണ് കൺമണി. അത് കൊള്ളാലോ, നിന്റെ അച്ഛൻ്റെ മരണത്തിന് കാരണക്കാരനായ ആ ഒരാളെ വെറുതെ വിടാൻ അയാളെ ഇനിയും സ്നേഹിക്കാൻ എനിക്ക് കഴിയുമോ? സ്വന്തം അച്ഛനെ കൊന്ന ഒരാളെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇത്രയും നാൾ നീ ഒന്നും അറിഞ്ഞിട്ടില്ല, പക്ഷെ നീ ഇപ്പോൾ എല്ലാ സത്യങ്ങളും അറിഞ്ഞു. നിന്റെ ചിറ്റമ്മയും ചിറ്റപ്പനും പോയപ്പോൾ നിനക്ക് കൂടെ പൊക്കൂടായിരുന്നോ? ഇനി നീ എന്തിനെതിരെ പ്രതികരിക്കാതിരിക്കണം എന്നൊക്കെ തനൂജ പറയുകയാണ്. ഇത് കേട്ട കൺമണി, ചേച്ചി എന്നെ ഒന്ന് വെറുതെ വിടൂ, ഞാൻ എന്ത് തീരുമാനം എടുക്കണം എന്നറിയാത്ത അവസ്ഥയിലാണ് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. ശരി, ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു, ഇനി നിനക്ക് ചെയ്യാനുള്ളതൊക്കെ ചെയ്തോ. എന്തായാലും അച്ഛനോട് കൂടുള്ളവൾ ഇങ്ങനെയൊക്കെയല്ല ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് തനൂജ പോവുകയാണ്. ഈ സമയം ആനന്ദവർമ്മയുടെ അവസ്ഥ പാവം ദേവയെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. സ്വന്തം അച്ഛനെ രക്ഷപ്പെടുത്താൻ പറ്റുന്നില്ലല്ലോ എന്ന ദുഃഖമാണ് ദേവയ്ക്ക്. ഒരു വിധത്തിൽ സെൽവത്തിനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടപ്പോൾ ഇത്തരത്തിലുള്ള ബോംബ് തൻ്റെ പിന്നാലെ വരുമെന്നൊന്നും ദേവ ഓർത്തില്ല. ഈ സമയം രവി വന്ന് എന്താണ് ഇവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് ചോദിക്കുകയാണ്. ഓരോരോ മുറികളിൽ സന്തോഷ പ്രകടനങ്ങളും പൊട്ടിച്ചിരികളും ഒക്കെ നടക്കുന്നുമുണ്ട്. ഓരോരുത്തരുടെ അവസ്ഥ വ്യത്യസ്തമാണ്. എന്തായാലും ഞാൻ ആരുടെ അരികിലേക്കൊന്നും പോയിട്ടില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ നിസ്സഹായനാണ്. എൻ്റെ അച്ഛനെ പോലും രക്ഷിക്കാൻ കഴിയുന്നില്ല എന്ന് ദേവ പറയുമ്പോൾ ഞാൻ കരുതിയത് നമ്മുടെ കൺമണിയെ ഇവിടെ നിന്ന് ഓടിക്കാൻ പലപ്പോഴും അവരൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് അവർക്കൊന്നും അറിയാൻ പാടില്ലാത്ത കാര്യമാണ് എന്നൊക്കെ തന്നെയായിരുന്നു. അവരിതിൽ ഭാഗവാക്കാണ് ഇപ്പോൾ എന്ന് തന്നെയാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ ഭരത്തിന് അവരുടെ കൂടെ ശെൽവത്തിൻ്റെ കൂടെ ചേർന്നിട്ട് ചിറ്റമ്മയും ചിറ്റമ്മയുടെയും ഒക്കെ ചേർന്ന് നിൽക്കുന്നത് ഞാൻ കണ്ടു. അങ്ങനെ ഭരത്ത് അവർക്കൊപ്പം നിൽക്കണമെങ്കിൽ ഇത് ഒരു കാരണവശാലും അവരുടെ മാത്രം വിഷയമല്ല, നമ്മുടെ കുടുംബാംഗങ്ങൾക്കും ഇതിൽ വ്യക്തമായി പങ്കുണ്ട് എന്ന് പറയുകയാണ് രവി. അനന്യയുടെ സഹോദരനല്ലേ ഭരത്ത്, അപ്പോൾ മുമ്പേ തന്നെ എല്ലാ കാര്യങ്ങളും ഇവരൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അനന്യയുടെയും മറ്റുള്ളവരുടെയും ചെവിയിൽ അത് പറഞ്ഞിട്ടും ഉണ്ടാകും എന്ന് പറയുകയാണ് രവി. അത് ശരിയാണ് ഏട്ടൻ പറഞ്ഞത്, അതിൽ അവർക്കൊരു ധാരണയുണ്ടായിരിക്കും, ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കാം അവർക്ക് എന്ന് പറയുന്നു ദേവ. നീ അത് മനസ്സിലായെന്ന രീതിയിൽ എല്ലാവരോടും ഒന്ന് വെട്ടി തുറന്ന് ചോദിക്കേ, അതാണ് നല്ലത്. ഞാൻ ചോദിക്കുമായിരുന്നു, പക്ഷേ ആ നിമിഷം അവിടെ നിന്ന് പുറത്തേക്കുള്ള വഴിയും എൻ്റെ ഭാര്യ തന്നെ കാട്ടിത്തരും. അതുകൊണ്ടാണ് ഞാനൊന്നും മിണ്ടാതിരിക്കുന്നത് എന്ന് പറയുകയാണ് രവി. ഇത് കേട്ട ഉടനെ ദേവ തൻ്റെ അച്ഛനെ രക്ഷപ്പെടുത്താനായി എന്തെങ്കിലും ചെയ്യണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. അതിനുള്ള അവസരം കിട്ടിയിരിക്കുകയാണ്. അച്ഛനെ അവർ ഇവിടെ ഇട്ട് പിച്ചു ചിന്തും. അതിനുള്ള അവസരം ഞാൻ കൊടുക്കുകയില്ല. ഇത്രയും നേരം അവരതിൽ കൈകടത്തിയിട്ടില്ല എന്നൊരു ആശ്വാസം എനിക്കുണ്ടായിരുന്നു. ഇനി അവർക്ക് പന്ത് തട്ടാൻ ഞാൻ കൊടുക്കുകയില്ല എൻ്റെ അച്ഛനെ എന്ന് പറയുകയാണ് കൺമണി. അല്ല ദേവ, നീ കൺമണിയോടും അച്ഛനോടും ഇതേക്കുറിച്ച് സംസാരിച്ചാൽ അവർക്കത് വലിയ ആശ്വാസമാകും എന്ന് പറയുകയാണ് രവി. ഈ സമയത്ത് 2 മരുമക്കളും കൂടി ആനന്ദവർമ്മയെ കാണുന്നു. എന്താ മക്കളെ, എന്താണ് നിങ്ങൾക്ക് സംസാരിക്കാനുള്ളത് എന്ന് ആനന്ദവർമ്മ ചോദിക്കുകയാണ്. അതാ അച്ഛേ, കൺമണിയുടെ കാര്യം തന്നെയാണ്. അവളെ ഇനി ഇവിടെ നിർത്തേണ്ട കാര്യമുണ്ടോ? അവളെക്കുറിച്ച് ഒരു തീരുമാനം എടുക്കണ്ടേ? ഇനി അവൾക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ല. ഒരു കൊലയാളി എന്ന നിലയ്ക്ക് അല്ലേ അവൾ ഇനി നമ്മളെ കാണുകയുള്ളൂ. എന്തെങ്കിലും രീതിയിൽ അവൾ നമ്മളെ അപായപ്പെടുത്താനും സാധ്യതയുണ്ട്.
മാത്രമല്ല ദേവയുടെ ജീവൻ തന്നെ അപകടത്തിലാണ്. അവൻ്റെ ഒപ്പം അവൾ കഴിയുമ്പോൾ അവൻ്റെ ജീവിതം അവൾ ഇല്ലാതെയാക്കും. അതിനാൽ കൺമണിയെ എത്രയും വേഗം ഇവിടെ നിന്ന് പറഞ്ഞയക്കണം എന്നും അവൾ എല്ലാവരും കൂടി ഒരു തീരുമാനം പറയുകയാണ്. ആ സമയം ദേവ എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് വരികയാണ്. അതെ, കൺമണിയെ ഇവിടെ നിർത്തണ്ട എന്നാണ് ഞങ്ങളുടെ തീരുമാനം. നീ എന്താണ് പറയുന്നത് എന്ന് വിജയ് ചോദിക്കുന്നു. ഇപ്പോൾ കൺമണിയെ എങ്ങനെയെങ്കിലും പുറത്താക്കണം എന്നാണ് നിങ്ങളുടെ ചിന്ത, അല്ലാതെ അച്ഛനെ ഇങ്ങനെയൊരു സിറ്റുവേഷനിൽ അകപ്പെട്ടപ്പോൾ സ്നേഹം കൊണ്ടൊന്നുമല്ല നിങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്ന് ദേവ ചോദിക്കുകയാണ്. അച്ഛനോട് സ്നേഹമില്ലാഞ്ഞിട്ടാണോ? നമ്മൾ അവളെ ഇവിടെ നിർത്തുന്തോറും നമുക്ക് ആപത്താണ്. മാത്രമല്ല നിന്നെ ഏത് നിമിഷവും ഇല്ലാതാക്കാനും അവൾ ശ്രമിക്കും എന്ന് പറയുന്നു അവർ. ചിലപ്പോൾ എൻ്റെ മക്കളെ വരെ അവൾ എന്തെങ്കിലും കാട്ടിയെന്നിരിക്കും. ഇനി അവളെ ഇവിടെ നിർത്തുന്നതിൽ ഞങ്ങൾക്ക് സമ്മതമല്ല എന്നും പറയുകയാണ് അരവിന്ദ്. ഇത് കേട്ടിട്ട് ആനന്ദവർമ്മ ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറയുകയാണ്. അപ്പോൾ ദേവ പറയുകയാണ്, ഒരിക്കലും കൺമണി അങ്ങനെ ചെയ്യില്ല, ഒരിക്കലും അവൾക്ക് ആരെയും വേദനിപ്പിക്കാനും കഴിയില്ല എന്ന് പറയുകയാണ്. അതൊക്കെ നിനക്ക് തോന്നുന്നതാണ്. ശരിക്കും അവളുടെ അച്ഛനെയല്ലേ നമ്മൾ ഇല്ലാതാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് അവളുടെ ഭാഗത്താണ് ഇപ്പോൾ ന്യായം. എന്തായാലും കുറച്ച് പണം അവൾക്ക് കൊടുത്തിട്ടോ അങ്ങനെ എങ്ങനെയെങ്കിലും അവളുടെ അച്ഛനെ കൊന്നതിനുള്ളൊരു നഷ്ടപരിഹാരമായിട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഈ കുടുംബത്തിനെ ഒന്നാകെ അവൾ ഇല്ലാതാക്കിയേക്കും എന്ന് പറയുകയാണ്. ശരിക്കും നിങ്ങൾക്ക് കൺമണിയെ ഇവിടെ നിന്ന് പുറത്താക്കണം എന്നുള്ളതാണ്, അല്ലാതെ അച്ഛനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല എന്ന് ദേവ പറയുമ്പോൾ നിനക്ക് അവസാനം ഇങ്ങനെയൊക്കെ തനിയെ തോന്നുകയുള്ളൂ. എന്തായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടെത്തുകയാണല്ലോ നീ എന്തായാലും ചെയ്യുക പതിവ്. ഞങ്ങൾ രണ്ടുപേരും കൂടി എന്ത് വേണമെന്ന് തീരുമാനിച്ചോ, ഞങ്ങൾ അച്ഛൻ്റെ ഒപ്പമുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വിജയും അരവിന്ദും അവിടെ നിന്ന് പോവുകയാണ്. ഈ സമയത്ത് കൺമണിയെ വിഷമിച്ച് നോക്കുമ്പോൾ കനക അടുത്തേക്ക് ചെല്ലുന്നു. കനകം, മോളെ നീ ചായ കുടിക്കൂ എന്ന് പറയുമ്പോൾ വേണ്ട ഏട്ടത്തി, എനിക്ക് ചായയൊന്നും വേണ്ട, കനക ചേച്ചി പൊക്കോ എന്ന് പറയുകയാണ് കൺമണി. ആ നിമിഷം വിഷമം കടിച്ചമർത്തിയിരിക്കുമ്പോൾ നിന്നോട് എനിക്കൊന്ന് സംസാരിക്കണം. എല്ലാവരും അവിടെ വിഷമിച്ചിരിക്കുകയാണ്. ശരിക്കും ആനന്ദവർമ്മ സാറിൻ്റെ അവസ്ഥ കണ്ടാൽ പാവം തോന്നും. സ്വന്തം മക്കൾ പോലും ആ പാവത്തെ വെറുതെ വിടുന്നില്ല. എന്തു ചെയ്യാനാണ്? ഇവിടെ കുറച്ചുപേർ നിന്നെ ദ്രോഹിക്കാൻ, അതിനേക്കാൾ നിന്നെ സ്നേഹിക്കാൻ ഇവിടെ കുറച്ചുപേർ ഉണ്ടായിരുന്നു എന്ന ആശ്വാസം ഉണ്ടായിരുന്നു എനിക്ക്. ഇപ്പോൾ ആ ആശ്വാസം ഇല്ലാതായല്ലോ എന്ന് പറയുകയാണ് കനകം. ഇപ്പോൾ കൺമണി, ഒരു ദുരന്തം എന്നെ പിന്തുടരുന്നുണ്ടെന്ന് എന്ന് പറഞ്ഞില്ലേ, എൻ്റെ ജന്മപത്രത്തിൽ ഒന്നാണ്. എന്തെങ്കിലും ഒന്ന് സന്തോഷിച്ചുകൊണ്ട് വരുമ്പോൾ ഏതെങ്കിലും ഒരു വേദന വരും. എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും എല്ലാവർക്കും എന്നെ ഓരോ വേദനകൾ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സ്നേഹിക്കുന്നവരെ തന്നെയാണ് അത് പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ജന്മമേ ഒരു പാഴ്ജന്മമാണ് എന്ന് പറയുകയാണ് കൺമണി. എല്ലാവരും നിന്റെ അതേ അവസ്ഥയിൽ തന്നെയാണ്. നിന്നെ എന്തു പറഞ്ഞ് മനസ്സിലാക്കണം എന്നൊന്നും ഞങ്ങൾക്കറിയില്ല. അതുകൊണ്ടാണ് നിന്റെ അടുത്തേക്ക് ആരും വരാത്തത് എന്ന് പറയുകയാണ് കനകം. അത് കേട്ട ഉടനെ കൺമണി, എൻ്റെ അടുത്തേക്ക് ആരും വരണ്ട, കനക ചേച്ചിയും പൊക്കോളൂ. ഞാൻ പൊട്ടിത്തെറിച്ചു പോകും അവരുടെ അടുത്ത്. ഇത്രയും നാൾ ഞാൻ സ്നേഹിച്ചവരോടൊക്കെ ഞാൻ പൊട്ടിത്തെറിച്ചു പോകും. ഞാൻ കരയുകയില്ല എന്നൊക്കെ കനക ചേച്ചി അവരോട് പറയുകയും വേണം. ശൂന്യമായിട്ട് മനസ്സായിട്ടിരിക്കാനാണ് ഞാനിപ്പോൾ ഇഷ്ടപ്പെടുന്നത് എന്ന് പറയുകയാണ് കൺമണി ആ സമയം. ഈ സമയം ആനന്ദവർമ്മയോട് ഇത്രനാൾ ചെയ്തതിനൊക്കെ സുശീലാമ്മ ക്ഷമ ചോദിക്കുകയാണ്. കാരണം ദേവയുടെ വിവാഹത്തെ ചൊല്ലിയാണ് നമ്മൾ അകന്നത്. നിങ്ങൾ എന്തിനൊക്കെയോ എന്നെ അകറ്റി നിർത്തി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അത് എന്തുകൊണ്ടായിരുന്നെന്ന് എനിക്കിപ്പോൾ വ്യക്തമായി. അത് കേട്ടിരുന്ന ആനന്ദവർമ്മ പറയുന്നത്, താൻ അന്ന് കാണിച്ചതൊന്നും അത്ര വലിയ കാര്യമല്ല. അന്ന് നമ്മുടെ മോനോട് ഞാനിത് പറഞ്ഞപ്പോൾ എതിർപ്പല്ല അവൻ കാട്ടിയത്. അവനാണ് എന്നെ ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളത് എന്ന് പറയുകയാണ് ആനന്ദവർമ്മ. അത് കേൾക്കുന്ന സുശീലാമ്മ, കൺമണിയെ ഞാൻ പല രീതിയിൽ ശപിച്ചിട്ടുണ്ട്, അതൊന്നും അറിയാതെ പോയതിനാലാണ്. അതൊക്കെ അവളെ എത്ര വേദനിപ്പിച്ചിട്ടുണ്ടാകുമെന്ന് സുശീലാമ്മ പറയുകയാണ്. നീ അവളെ അറിയാത്തത് കൊണ്ടല്ലേ. ഇനി അവളെ അവിടെ ദ്രോഹിക്കാൻ ആളുകളുണ്ടാവും. പ്രിയപ്പെട്ട എൻ്റെ കുഞ്ഞിനെ ഇനിയും ആരും വേദനിപ്പിക്കരുത്, അവളെ ഇനിയും ആരും സങ്കടപ്പെടുത്തരുത് എന്ന് ആനന്ദവർമ്മ പറയുമ്പോൾ, ഇനിയും ഞാൻ ഇങ്ങനെ പെരുമാറുകയും ഉപദ്രവിക്കുകയൊന്നും ചെയ്യില്ല എന്ന് സുശീലാമ്മ പറയുകയാണ്. ഇനി നിങ്ങളെ വേദനിപ്പിക്കാനോ കൺമണിയെ വേദനിപ്പിക്കാനോ ഞാൻ മുതിരില്ല. എന്നും ഞാൻ നിങ്ങളുടെ ഒപ്പം ഉണ്ടാകും എന്നും സുശീലാമ്മ പറയുകയാണ്. ഇതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ബൈ ബൈ.